Hey guys, this is day 2 of coding. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയ എവിടെ വെച്ചാൽ നമ്മൾ യൂസറിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ് എന്തെങ്കിലും ഒരു നമ്പർ ഓർ ആൽഫബറ്റ് എന്തെങ്കിലും ഒന്ന് മീൻസ് നമ്മളോട് പറയാണ് എൻ്റർ നമ്പർ. അപ്പോൾ യൂസർ എൻ്റർ ചെയ്യണം എന്തെങ്കിലും എൻ്റർ നമ്പർ 78 85 1 2 5 അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ എൻ്റർ ചെയ്താൽ യു ഹാവ് എൻ്റർഡ് നമ്മളെന്താണോ ടൈപ്പ് ചെയ്തത് ആ നമ്പർ അവിടെ കാണിക്കും. യു ഹാവ് എൻ്റർഡ് 5 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അങ്ങനൊരു പ്രോഗ്രാമാണ് ചെയ്തത്. അപ്പോൾ അടുത്ത പ്രോഗ്രാം എന്താ വെച്ചാൽ നമ്മൾ യൂസറിനോട് 2 നമ്പർ ചോദിക്കും. എന്നിട്ട് ആ യൂസർ 2 നമ്പർ തരും. എന്നിട്ട് ആ 2 നമ്പറും തമ്മിലുള്ള സമ്മ് കണ്ടിട്ട് അതിൻ്റെ റിസൾട്ടും കൂടെ തരും കൺസോൾ ഔട്ട്പുട്ടിൽ. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം തുടങ്ങാൻ ഫസ്റ്റ് നമുക്കൊരു പുതിയ ഫയൽ ഉണ്ടാക്കണം. ഫയൽ ന്യൂ പോവാ. ന്യൂ പോയിട്ട് C++ പ്രൊജക്റ്റ് നെയിം ഇപ്പോൾ ഞാൻ സമൂഹം കൊടുക്കാം. ഞാൻ ഈ പ്രോഗ്രാംസൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇതേ പേരാണ് കൊടുത്തത്. ഇതേ പേരല്ല കൊടുത്തത്. ഇതേ പേര് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ വേറെ എവിടെയോ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. സം ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ അതേ പേരിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സമ്മ് തുറക്കാം. സമ്മ് കൊടുത്ത് ഹലോ വേൾഡ് മിഞ്ചി ഡബ്ല്യു printf. ഇത് നമ്മുടെ യൂസറിനോട് രണ്ട് നമ്പർ ചോദിക്കണം കേട്ടോ. 2 നമ്പർ എൻ്റർ യുവർ നമ്പർ അല്ല, എൻ്റർ 2 നമ്പേഴ്സ്. അതിന് മുന്നേ നമുക്ക് 2-3 സ്റ്റെപ്പ് എഴുതാണ്ട്. സെറ്റ് ബഫ് കൊടുത്ത് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇൻറ്റ് നമ്പർ 1 കോമ നമ്പർ 2. അപ്പോൾ printf എൻ്റർ 2 നമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഇതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യാൻ scanf. number 1 comma number 2. ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് മുകളിലായി പോയല്ലേ, പ്രിൻ്റഫിൻ്റെ മുകളിലായി പോയത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ. അടുത്തത് നമുക്ക് 2 നമ്പർ ഇങ്ങോട്ട് കിട്ടി, നമ്മൾ സ്റ്റോർ ചെയ്ത്. അപ്പോൾ ആ 2 നമ്പറും വെച്ച് എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സം ഈക്വൽ ടു നമ്പർ 1 പ്ലസ് നമ്പർ
2. ഓക്കെ, ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം. സിമ്പിൾ സം കുഡ് നോട്ട് ബി റിസോൾവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആകെ നമ്പർ 1 നമ്പർ 2 മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ സം ഡിക്ലെയർ ചെയ്ത് അത് പോയി. നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ printf inverted the sum of two numbers is കഴിഞ്ഞിട്ട് %t കോമ സം. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. മാറിപ്പോണ് എവിടെ? സമ്മല്ല കൊടുത്ത് പേര് സമ്മ്. ബിൽഡ് പ്രൊജക്റ്റ് കൊടുത്ത് ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ അടുത്തത് നമുക്ക് ലോക്കൽ അതിൻ്റെ 2 നമ്പേഴ്സ് കൊടുത്ത് ഇതെന്താ കൊടുക്കുക? 36ഉം 45 കൊടുക്കാം. 36 45. The sum of two numbers is 81. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് വേറെ പ്രോഗ്രാം ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസറോടൊന്നും ചോദിക്കുന്നില്ല, നമ്മൾ തന്നെ കൊടുക്കുകയാണ്. A5 B10 ഇത് അങ്ങോട്ട് കൂടി തിരിക്കണം. നമ്മൾ കൊടുത്തത് A5 B10 എന്ന് വെച്ചാൽ A=5 B=10. അത് മാറ്റിയിട്ട് A=10ഉം B=5 എന്നാക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. സ്വാപ്പിംഗ് എന്നാണ്. സ്വാപ്പിംഗ് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ സ്വാപ്പിംഗ് എന്നുള്ള പേരിലായിട്ടുണ്ടോ. സ്വാപ്പിംഗ് നമ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. സ്വാപ്പിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇതന്നെ. അപ്പോൾ സ്വാപ്പിംഗ് എന്നുള്ള നമ്പർ കൊടുക്കാം, അല്ല സ്വാപ്പിംഗ് എന്നുള്ള പേര് കൊടുക്കാം. സ്വാപ്പിംഗ് ഹലോ വേൾഡ് മിഞ്ചി ഡബിൾ ഫിനിഷ്. നമുക്കവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. A=5 B=10. പിന്നെ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞൊരു അഡീഷണൽ വേരിയബിളും കൊടുക്കാറുണ്ട്. ടെമ്പ് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ട് സ്വാപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ ഏത്തെ വേരിയബിൾ ടെമ്പിലേക്ക് വെക്കും, പിന്നെ ബീൻ്റെ വേരിയബിൾ എയിലേക്ക് കൊണ്ടുപോകും, പിന്നെ ടെമ്പത്തെ വേരിയബിൾ ബിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് കൊണ്ടുപോകുക. എങ്ങനെയാ നോക്കാം. ആദ്യം നമുക്ക് ടെമ്പ് =A. ടെമ്പ് =A എന്ന് പറഞ്ഞാൽ എന്താവുക വെച്ചാൽ എയിലുള്ള 5, ഓക്കെ, എയിലുള്ള 5 ടെമ്പിലേക്ക് പോകും. ഇപ്പോൾ ടെമ്പിൽ 5 ആയി, എയിലൊന്നുമില്ല. അതേപോലെ A=B ആണോ? A=B. ഇപ്പോൾ എയിലൊന്നുമില്ല, ബിയിലാണെങ്കിൽ 10 ഉണ്ട്. അപ്പോൾ A=B കൊടുക്കുകയാണെങ്കിൽ ബിയിലുള്ള 10 എയിലേക്ക് പോകും.
ഇപ്പോൾ ടെമ്പ് എന്ന് പറഞ്ഞ വേരിയബിളിൽ 5 ഉണ്ട്, എ എന്ന് പറഞ്ഞ വേരിയബിളിൽ 10 ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കറക്റ്റായി. ഇനി ബിയിലേക്ക് 5 എത്തിച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ടെമ്പ് ഈക്വൽ ടു ബി അല്ല, ബി ഈക്വൽ ടു ടെമ്പ് കൊടുക്കാം. ഇത്രയുള്ളൂ, സിമ്പിൾ ഒരു സംഭവമാണ്. ഇൻവേർട്ടഡ് കോമൻ അവിടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്കിടെ മാറിപ്പോണ്ടല്ലോ. എവിടെ സ്വാപ്പിംഗ് ബിൽഡ് പ്രൊജക്റ്റ് കൊടുത്ത് കുഴപ്പമില്ല, റണ്ണ് കൊടുത്ത് ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 5, അത് ഓക്കെ. ഞാനിവിടെ അറിയാതെ ഒരു സി കൊടുത്ത്, അതെൻ്റെ മിസ്റ്റേക്കാണ്. ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഓരോ മിസ്റ്റേക്സ് എന്നാണ് നമ്മൾ പഠിക്കുക. ഒഴിവാക്കാം. ഇനി ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. A equal to 10, B equal to 5. Okay, അത്രേ ഉള്ളൂ, സിമ്പിൾ പ്രൊജക്റ്റ്.